Starting section 45 subsection 5 compensation on compulsory acquisition of an asset. നമ്മുടെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, ഗവൺമെൻറ് അത് കമ്പൽസറി ഏറ്റെടുക്കുകയാണ്, അക്യൂർ ചെയ്യുകയാണ്, പർച്ചേസ് ചെയ്യുകയാണ് നമ്മളെ കയ്യിൽ നിന്ന്. ഹൈവേ ഒക്കെ വരുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള അല്ലേ ഹൈവേൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്, എയർപോർട്ട് വരുമ്പോൾ കുറേ സ്ഥലം ഏറ്റെടുത്ത്. സോ നമ്മളവിടെ ഗവൺമെൻറ്റിന് വിൽക്കുന്നതല്ല, ദേ ആർ ടെല്ലിങ് ദേ വോണ്ട് ദിസ് ലാൻഡ്. അവർ പറയും നമ്മളിത് ഏറ്റെടുക്കുകയാണ്, നിങ്ങൾക്ക് നമ്മൾ എന്ത് തരാം, കോമ്പൻസേഷൻ തരാം. ഈ കേസാണ് സെക്ഷൻ നമ്പർ 45 സബ്സെക്ഷൻ 5 നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ട്രാൻസ്ഫർ ഉണ്ടല്ലേ. ഇത് മിസ്റ്റർ എയുടെ അസറ്റ് ആണെങ്കിൽ മിസ്റ്ററെ ഇഷ്ടത്തോടെയോ ഇഷ്ടമല്ലാണ്ടോ, ബട്ട് മിസ്റ്റർ എയുടെ അസറ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലർ ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് കോമ്പൻസേഷൻ അല്ലേ. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് ഈ കോമ്പൻസേഷൻ കിട്ടുന്നുമുണ്ട്, ഒരു അസറ്റിൻ്റെ ട്രാൻസ്ഫർ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ടാക്സബിലിറ്റിയാണ് സെക്ഷൻ നമ്പർ 45 സബ്സെക്ഷൻ 5 നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം അണ്ടർ എനി ലോ, കമ്പൽസറി ഒരു അക്യൂസിഷൻ ഉണ്ടായിരിക്കണം അണ്ടർ എനി ലോ. ഇതിന് കിട്ടുന്ന കൺസിഡറേഷൻ യു ആർ ഗെറ്റിംഗ് എ കോമ്പൻസേഷൻ ഫോർ ദിസ് അല്ലേ. ഇത് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കണം. ഈ ഒരു അക്യൂസിഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ കോമ്പൻസേഷൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വലിയ വലിയ ടെക്സ്റ്റ് എടുത്ത് കൊടുക്കുക. ഇതിലൊരു പോയിൻറ്റും കൂടിയുണ്ട്, ഇതിൽ അർബൻ ലാൻഡ് പെടില്ല എന്നൊക്കെ ഉള്ളത്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊന്നും കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. സോ RBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ട്. നോട്ട് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊക്കെ ലോയിൽ പറയുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് ഇവിടെ വെറും ഗവൺമെൻറ്റിന്നേ ഉള്ളൂ. സോ നിങ്ങളും അങ്ങനെ പഠിച്ചാൽ മതി. സോ ഈ ഒരു കൺസിഡറേഷൻ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളാം, ഇതിൽ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്റ്റർ എയുടെ അസറ്റ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് കോമ്പൻസേഷൻ കൺസിഡറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ 10 ലക്ഷം കൊടുത്തു. മിസ്റ്റർ എ പറഞ്ഞു നോ, ഇത് കുറവാണ്. എന്ത് പോയി, കേസിന് പോയി. ഇത്രയൊന്നും പോരാ, എനിക്ക് എൻ്റെ ലാൻഡിന് ഇതിനും വലിയ എമൗണ്ട് കിട്ടണം എന്ന് പറഞ്ഞു കേസിന് പോയി. കേസിന് പോയിട്ട് കുറേ ഇയർ കഴിഞ്ഞിട്ടാണ് കേസിൻ്റെ വിധി വരിക അല്ലേ. അപ്പോൾ ആ ഇയറിൽ, കേസിൻ്റെ വിധി വന്ന ഇയറിൽ ഇയാൾക്ക് ഒരു 5 ലക്ഷം രൂപയും കൂടി കിട്ടി. അതിനെയാണ് നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. കോമ്പൻസേഷൻ വീണ്ടും കൂട്ടിയിട്ട് നമുക്ക് കിട്ടി. ഈ കേസിലുള്ള ടാക്സബിലിറ്റിയും ഈ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി നമുക്കൊരു 10 ലക്ഷം ഫോർ എക്സാമ്പിൾ 18-19 കിട്ടി. പിന്നെ നമ്മൾ കേസ് കൊടുത്തിട്ട് 2021 നമുക്ക് ഈ ഒരു പൈസയും കിട്ടി. സോ ഈ രണ്ടും ഈ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. സോ സിനാരിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വേണം. അത് നമുക്ക് എത്രയാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ 10 ലക്ഷമാണ് കോമ്പൻസേഷൻ എങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ 10 ലക്ഷമാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്കിത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ 10 ലക്ഷം. സോ ആദ്യത്തെ ഗഡു നമുക്ക് 5 ലാക്കാണ് കിട്ടുന്നതെങ്കിൽ 5 ലാക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ടാക്സബിലിറ്റി വരും. സോ 5 ലാക്ക് നല്ല എഴുതുകയും ചെയ്യാം. നമ്മൾ 10 ലാക്ക് വെച്ചിട്ടുണ്ട്, ടാക്സിൻ്റെ കാൽക്കുലേഷനും വരും. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. സോ പ്രോബ്ലം ഇവിടെ പിറകിലുണ്ട്, അവരെങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. എനിവേ, സോ ഇവിടെ കിട്ടേണ്ടത് നമ്മൾ എത്രയാണോ കോമ്പൻസേഷൻ റിസീവ് ചെയ്തത് അത് നമ്മളിവിടെ എഴുതണം. ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും മൈനസ് ചെയ്യാം. മിസ്റ്റർ എ ഈ അസറ്റ് എത്ര പൈസക്കാണോ വാങ്ങിച്ചത് അതും മൈനസ് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാം. ഇൻഡെക്സേഷൻ വേണ്ട കേസിലാണെങ്കിൽ ഇൻഡെക്സ് ചെയ്യാം, അല്ലാത്ത കേസിലാണെങ്കിൽ ഇൻഡെക്സേഷൻ വേണ്ട. ഓക്കെ, അസറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കുക. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സേഷൻ വേണം, അല്ലാത്ത കേസിൽ ഇൻഡെക്സേഷൻ ആവശ്യമില്ല. സോ ഈ കോമ്പൻസേഷൻ ഏത് ഇയർ ആണോ കിട്ടുന്നത് ആ ഇയറിലാണ് ടാക്സബിലിറ്റി വരിക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ജസ്റ്റ് അവിടെ മനസ്സിലാക്കി വെച്ചോളാം. ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് പറയുന്നത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണ്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടി 5 ലാക്ക്. സോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ 5 ലാക്ക്. സോ ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന പൈസ 5 ലാക്ക്. നമുക്ക് ഇതിൽ നിന്ന് COAയും ഓൾറെഡി നമ്മൾ ഇവിടെ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ 10 ലക്ഷം കിട്ടി. അപ്പോൾ ഇവിടുന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനിയും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല,
കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യാൻ പാടില്ല. ആ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും എല്ലാം നില്ലായിട്ട് തന്നെ കാണിക്കണം. ബിക്കോസ് വി ഓൾറെഡി ഡിഡക്റ്റഡ് ഫ്രം ഹിയർ. ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ 5 ലക്ഷം കൂടി എൻഹാൻസ്ഡ് കൂടുതൽ കിട്ടുക കേസൊക്കെ കൊടുത്തിട്ട്. സോ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കോസ്റ്റൊക്കെ ഇതിൽ നിന്ന് ലെസ് ചെയ്തിന്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഒക്കെ നില്ലായിട്ട് എടുക്കണം. ബട്ട് ഇങ്ങനെ കേസ് കൊടുത്താൽ കേസ് നടത്താനുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ, അതിനാണ് ഈ ലിറ്റിഗേഷൻ എക്സ്പെൻസ് എന്ന് വിളിക്കുക. അത് നമുക്ക് ഇതിൽ നിന്ന് വേണ്ടിക്കൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ലിറ്റിഗേഷൻ എക്സ്പെൻസ് നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. ഇൻ ദ കേസ് ഓഫ് എൻഹാൻസ് കോമ്പൻസേഷൻ. എൻഹാൻസ് കോമ്പൻസേഷൻ ഏത് ഇയർ ആണോ കൊടുത്തത് ആ ഇയറിലാണ് ഇത് ടാക്സബിലിറ്റി വരുന്നത്. ഓക്കെ, ഇതിൽ പാർട്ടായിട്ട് കിട്ടുവാണെങ്കിൽ പാർട്ടിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉണ്ട്, അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. സോ നിങ്ങൾ ഓർമ്മിക്കുക, ഏത് ഇയർ ആണോ കിട്ടുന്നത് ആ ഇയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഇതെടുത്ത് നോക്കുക. ഇത് ഈ അസറ്റിൻ്റെ അല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇതിനെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോങ് ടേം ആണെങ്കിൽ എൻഹാൻസ് കോമ്പൻസേഷനും ലോങ് ടേം ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഷോർട്ട് ടേമാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിരിക്കും. ഇതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സി ലെറ്റ്സ് റീഡ്. വെൻ ആൻ അസറ്റ് കമ്പൽസറി അക്വയർ ചെയ്യാണ് ഏതെങ്കിലും ഒരു ലോണിൻ്റെ ത്രൂ കൺസിഡറേഷനും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആര് അപ്രൂവ് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അഡീഷണൽ കോമ്പൻസേഷനും ചില കേസിൽ കിട്ടാം. എൻഹാൻസ് കോമ്പൻസേഷൻ എന്ന് ഞാൻ വിളിച്ച അഡീഷണൽ കോമ്പൻസേഷനും കിട്ടാം. സോ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൻസേഷൻ കിട്ടിയതാണ് ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കോസ്റ്റ് ഓഫ് അക്വിസിഷനും നമുക്ക് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എഴുതിയത്. ഇനി നമുക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അല്ലെ അഡീഷണൽ കോമ്പൻസേഷൻ കിട്ടിയാൽ അതും ഫുള്ളി ടാക്സബിൾ ആണ് അല്ലേ. മുഴുവനായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. നമുക്ക് ഇതിൽ നിന്നൊന്നും ലെസ് ചെയ്യാൻ പറ്റില്ല. എന്ത് മാത്രമേ ലെസ് ചെയ്യാൻ പറ്റൂ? ലിറ്റിഗേഷൻ എക്സ്പെൻസ് മാത്രം. അഡീഷണൽ കോമ്പൻസേഷൻ അല്ലെ എൻഹാൻസ് കോമ്പൻസേഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. ഏത് ഇയറിലാണ് ടാക്സബിൾ? എപ്പോഴാണോ അത് കിട്ടിയത് ആ ഇയറിൽ ടാക്സബിൾ ആണ്. ഓക്കെ, സോ അഡീഷണൽ കോമ്പൻസേഷൻ ഈസ് ദ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആൻഡ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒക്കെ എന്തായിട്ട് എടുക്കണം? നില്ലായിട്ട് എടുക്കണം. പിന്നെ ആഫ്റ്റർ ഡിറ്റർമിനിങ് ദ ക്യാപിറ്റൽ ഗെയിൻ ഡിറ്റർമിൻ ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇപ്പം ഇതിപ്പോൾ എൻഹാൻസ്ഡ് അല്ലേ പറഞ്ഞു, ഇതേപോലെ റിഡക്ഷൻ വരുവാണെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. ആഫ്റ്റർ ഡിറ്റർമിനിങ് ദ ക്യാപിറ്റൽ ഗെയിൻ ഇഫ് കോമ്പൻസേഷൻ റെഡ്യൂസ് ചെയ്തു ഇൻ അപ്പീൽ, നമ്മൾ കോമ്പൻസേഷൻ കുറയോ ചെയ്തെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അസസ് ഷാൾ ബി റീകമ്പ്യൂട്ടഡ് ഇൻ ടു ദ കൺസിഡറേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഏതാ ഇയർ എന്ന് പറയുന്നത്, ഞാൻ എക്സാമ്പിൾ 2021 ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്തു എന്ന് വെച്ചോ പോട്ടെ. 1920 ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്തു. എനിക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 3 lakh കിട്ടിയെന്ന് വെച്ചോ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 7 lakh ആയിരുന്നു. അപ്പോൾ ഞാൻ ലെസ് ചെയ്തിട്ട് എനിക്ക് 3 lakh കിട്ടി. ഇത് ഓൾറെഡി കേസിന് പോയി, ഗവൺമെൻറ് ജയിച്ചു, എൻ്റെ കോമ്പൻസേഷൻ 10 ലക്ഷം കൂടുതലാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കേസിന് പോയി, എൻ്റെ വിധി വന്നിരിക്കുന്നത് 2021 സോ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ വിധി എന്താ വന്നാൽ 10 ലക്ഷം കൂടുതലാണ്, 8 ലക്ഷമേ വേണ്ടുള്ളൂ. ഇവർക്ക് കോമ്പൻസേഷൻ എത്രയേ കൊടുക്കണ്ടോ? 8 ലക്ഷം കൊടുക്കണ്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് റീകമ്പ്യൂട്ടേഷൻ ആയിരിക്കും. റീകമ്പ്യൂട്ടേഷൻ തിരിച്ച് ഏത് അസസ്മെൻറ്റ് ഇയറിൽ വരും? 1920 ടാക്സിൻ്റെ പേപ്പേഴ്സൊക്കെ എടുക്കും, എന്നിട്ട് ഇത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാവും? 8 lakh എഴുതും. ഓക്കെ, സോ 8 7 ലെസ് ചെയ്യുക, you will get 1 lakh. സോ ഈ 1 lakhന് ഇനി എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. സോ അവിടെ ആ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെ വരും. ഇതാണ് റിഡക്ഷൻ ഇൻ കോമ്പൻസേഷൻ്റെ കേസിൽ. ഏത് ഇയറിലാണോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് അവിടെ റീകമ്പ്യൂട്ടേഷനാണ് നടക്കുക. റീകമ്പ്യൂട്ടേഷൻ ആ ഇയറിൽ വരും. ആ ഇയറിലെ പേപ്പർ എടുക്കും, അവിടെ വെച്ച് റീകമ്പ്യൂട്ട് ചെയ്യും. അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ടാക്സ് കൊടുക്കുക, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ആസ് ദ കേസ് മേ ബി. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിറ്റിഗേഷൻ എക്സ്പെൻസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഏതിൽ നിന്ന്? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെ കേസിൽ. വെൻ ദി SSC എക്സ്പയർ ഓർ ഫോർ ഓക്കെ SSC മരിച്ചു പോവുക. ഓക്കെ, SSCക്ക് കിട്ടേണ്ട അഡീഷണൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഇങ്ങനെ കേസ് കൊടുത്ത് ഈ വിധി വരും മുമ്പേ അയാൾ തട്ടിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും കേസാണെങ്കിൽ ഇയാളുടെ ലീഗൽ ഹയേഴ്സിന് അത് കിട്ടുക, വേറൊരാൾക്ക് കിട്ടുക. അയാളും ഏത് ഹെഡിൽ തന്നെ ഇതിന് ടാക്സ് കൊടുക്കണം? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ തന്നെ ഈ കമ്പൽസറി അക്വിസിഷൻ്റെ സമയത്ത് കിട്ടുന്ന ഈ കോമ്പൻസേഷൻ റിലേറ്റ് ചെയ്തിട്ട് ടാക്സ് കൊടുക്കണം. ഇത്രയും പോയിൻ്റാണ് സെക്ഷൻ നമ്പർ 45 സബ്സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, ഇലുസ്ട്രേഷൻ നമ്പർ 16 അടുത്തത്. മിസ്റ്റർ രമേശ് പർച്ചേസ് ചെയ്ത ഒരു പ്ലോട്ട് മുംബൈയിൽ പർച്ചേസിങ് ഡേറ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് പർച്ചേസും തന്നിട്ടുണ്ട്. സ്പെൻഡിങ് 2 lakh ഹി മോഡിഫൈഡ് ദ പ്ലോട്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 2006-07 അയാൾ നടത്തിയിട്ടുണ്ട് വിത്ത് ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ടിങ് എ റെസിഡൻഷ്യൽ ഹൗസ്. ഓക്കെ, ഹൗവർ അതായത് ഇയാൾ ഈ പ്ലോട്ടിൽ എന്തോ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നോക്കാം. ഹൗവർ നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് പറയും. സോ ലെറ്റ്സ് റീഡ് ഇറ്റ്. ഹൗവർ ദ പ്ലോട്ട് വാസ് സെക്യൂർഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേൻ്റെ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് 2015 അയാൾ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് 30 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുത്തു. ഇയാൾ ഈ കോമ്പൻസേഷനിൽ ഡിസാറ്റിസ്ഫൈഡായി ഇയാൾ കേസ് കൊടുത്തു. ഈ ഫയൽഡ് എ സ്യൂട്ട്. കൂടുതൽ കോമ്പൻസേഷൻ കിട്ടണം, 10 ലക്ഷവും കൂടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. വിധിയൊന്നും വന്നിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ രമേശ് മരിച്ചുപോയി 2021 ജനുവരിയിൽ. ആൻഡ് ഹിസ് സൺ മിസ്റ്റർ സുമേഷിന് ഈ അഡീഷണൽ കോമ്പൻസേഷൻ 10 ലക്ഷത്തിനാണ് കേസ് കൊടുത്ത, പക്ഷേ എത്ര കിട്ടി? 5 ലക്ഷം കിട്ടി മാർച്ച് 2021 ആസ് പെർ ദ റിവൈസ്ഡ് ഓർഡർ ഓഫ് ദ ഗവൺമെൻറ്. എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി വരിക എന്നാണ് ചോദിക്കുന്നത്. രണ്ടാളുടെ ഹാൻഡിലും വരുമോ, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. രമേശ് കൊടുക്കണോ അല്ലെങ്കിൽ സുമേഷ് കൊടുക്കണോ, ഇനി രമേശും സുമേഷും കൊടുക്കണോ, ഇതൊക്കെയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. രമേശ് 2002-03 ഒരു ലാൻഡ് വാങ്ങിച്ചു 5 ലക്ഷം രൂപക്ക്. സോ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ്റെ ഡേറ്റും കോസ്റ്റ് ഓഫ് എക്വിസിഷനും ഇവിടെയുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് 2006-07 2 ലക്ഷം രൂപക്ക്. ഓക്കെ. അതിനുശേഷം ഈ ലാൻഡ് ഗവൺമെൻറ് കമ്പൽസറി അക്വയർ ചെയ്തു ഡിസംബർ 2015. അതായത് 2015-16 30 ലക്ഷം രൂപക്ക് ഗവൺമെൻറ് അക്വയർ ചെയ്തു. ഓക്കെ, ഇവിടെ വരെ മതി. നമുക്ക് ആദ്യം പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ കോമ്പൻസേഷൻ കിട്ടിയിരിക്കുന്ന ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ 15-16 ആണ്. ആ ഇയറിൽ ടാക്സബിലിറ്റി വരും. സോ ടാക്സബിലിറ്റി ആർക്ക് വരും? രമേശിന്. മിസ്റ്റർ രമേശിൻ്റെ ടാക്സബിലിറ്റിയാണ് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ റെമ്യൂണറേഷൻ കിട്ടിയത്, കോമ്പൻസേഷൻ കിട്ടിയത്, അതാണ്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 ലക്ഷമാണ്. ബട്ട് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കണം. ഇവിടെ 2015, ഇവിടെ 2002 വാങ്ങിച്ചതാണ്. സോ വലിയ ലോങ് ഡ്യൂറേഷൻ ഉണ്ട്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കാരണം നമുക്ക് കിട്ടുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ആയിരിക്കും. സോ ഞാൻ ഇൻഡെക്സേഷൻ ചെയ്യാൻ പോവാണ്. സോ 5 ലക്ഷം ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത ഇയർ എന്ന് പറഞ്ഞാൽ 15-16. സോ 15-16 ഇൻഡെക്സേഷൻ 254 മുകളിൽ വരും. ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫർ ചെയ്ത ഇയർ എന്ന് പറഞ്ഞാൽ എക്വിസിഷൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ 2002-03 105. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് അതേപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാം. ഇവിടെ ഇംപ്രൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇതാണ്, ഈ ഇയറിലാണ്. സോ നമുക്കിത് ചെയ്ത് നോക്കാം. 2 lakh ആണ്. ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത ഇയർ 254 തന്നെ, ഡിവൈഡഡ് ബൈ 2006-07 122. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1209524 കിട്ടും. ഇവിടെ 416393 കിട്ടും. സോ ഇത് രണ്ടും ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. സോ ഇത് രണ്ടും ഇതിൽ നിന്ന് ലെസ് ചെയ്താൽ 13,74,083. ഇതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഏത് ഇയറിൽ? 2015-16. ഓക്കെ. സോ ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. അതൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടായി. കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇയാൾ മരിച്ചും പോയി. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻഹാൻസ് കോമ്പൻസേഷൻ കിട്ടിയാൽ ഏത് ഇയർ ആണോ കിട്ടുന്നത് ആ ഇയറിൽ അതിൻ്റെ ടാക്സബിലിറ്റി വരും. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 2021. അപ്പോൾ ഇത് 2020-21 ഈ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെ ടാക്സബിലിറ്റി വരും. ബട്ട് ആ സമയത്ത് കിട്ടുന്ന സമയം മാർച്ചിലാണ്. ആ സമയത്ത് നമ്മുടെ രമേശ് ഇല്ല, മരിച്ചുപോയി. അപ്പോൾ ഇനി ആയിരിക്കും ടാക്സബിലിറ്റി വരിക? സുമേഷിന്. ബിക്കോസ് സുമേഷിനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എഴുതും taxability of Mr. Sumesh. Computation of
ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇവിടെ ഒറിജിനൽ അസറ്റിന് എത്ര കിട്ടിയ? ലോങ് ടേം ആണ്. സോ ഇവിടെയും ലോങ് ടേം. ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് ടേം ആണെങ്കിൽ ഇവിടെയും ഷോർട്ട് ടേം എന്ന് എഴുതണം എൻഹാൻസ് കോമ്പൻസേഷൻ്റെ സമയത്ത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ എൻഹാൻസ് കോമ്പൻസേഷൻ കിട്ടിയത് അത്. സോ 5 ലക്ഷമാണ് കിട്ടിയത്, 5 ലക്ഷം. ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും, നില്ലാണ് ലെസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ബിക്കോസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇസ് നിൽ. സോ ഈ ഫുൾ 5 ലാഖിനും സുമേഷ് എന്ത് കൊടുക്കണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് സുമേഷ് ടാക്സ് കൊടുക്കണം. ഓക്കെ, 20% ആണ് റേറ്റ്. സോ ഇതിൻ്റെ 20% സുമേഷ് ടാക്സ് കൊടുക്കേണ്ടി വരും. സുമേഷിനല്ല രമേഷിനാണ് കിട്ടിയതെങ്കിൽ രമേഷ് ടാക്സ് കൊടുക്കണം. ബട്ട് രമേഷ് മരിച്ചുപോയി. ഇത് ഈസി അല്ലേ? ഓക്കെ, നൗ ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ്സ്. ഇത് രണ്ടും ഞാൻ ലീവ് ചെയ്യുവാണ്. അത്രയ്ക്ക് ഇതും പഠിച്ചേ പറ്റൂ എന്നുള്ള കുട്ടികളാണെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തന്നേക്കാം. സോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, സ്ലം സെയിൽ. എന്താ ഈ സ്ലംബ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് വിൽക്കാൻ പോവുകയാണ്, ഒരു ബിസിനസ് യൂണിറ്റ് വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിൽ കുറേ അസറ്റ്സ് ഉണ്ടാവും, കുറേ ലാബിലിറ്റീസ് ഉണ്ടാവും അല്ലേ? അസറ്റ്സും ഉണ്ടാവും, ലാബിലിറ്റീസും ഉണ്ടാവും. ബട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ടല്ല വിൽക്കുന്നത്. പകരം ഇത് മൊത്തത്തിൽ നമ്മൾ ഒരു വിലയിടും. ഈ മൊത്തത്തിൽ ഇത്ര അസറ്റ് ഇത്ര അതിനെല്ലാം കൂടി നമ്മളൊരു ലംസം എമൗണ്ട് അങ്ങോട്ട് പറയും. ഓക്കെ, വിത്തൗട്ട് ഇൻഡിവിജ്വലി വാല്യൂവിങ് ദ അസറ്റ്. ഇതിൽ ഓരോ അസറ്റിനെയും നമ്മൾ ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലംസമായിട്ടൊരു എമൗണ്ട് പറയും, എന്നിട്ട് ഇതിനങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ സ്ലംബ് സെയിൽ എന്ന് വിളിക്കുക. ഓക്കെ, ഹോൾ യൂണിറ്റ് ഈസ് സോൾഡ് അറ്റ് ലംസം വിത്തൗട്ട് വാല്യൂയിങ് ദി അസറ്റ്സ് ഇൻഡിവിജ്വലി. അസറ്റിനെ ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യാണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഇൻഡിവിജ്വലി വാല്യൂ ചെയ്യേണ്ട അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിന് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ലംബ് സെയിൽ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്ലംബ് സെയിലിനെയും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ വരുമ്പോൾ അവിടെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ വരും. സോ ആ സമയത്ത് ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നെന്നും ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ അത് ടാക്സബിലിറ്റി വരും എന്നാണ് സെക്ഷൻ നമ്പർ 50B പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് നമുക്ക് എത്രയാണോ ഇതിന് ലംസമായിട്ടൊരു എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ അത് വേണം ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് എടുക്കാൻ. അതായത് നമുക്ക് എത്രയാണോ സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നത് അത് വേണം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായിട്ട് എടുക്കാൻ. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് വർത്ത് ഓഫ് ദ യൂണിറ്റ് ആണ് എടുക്കുക. പറയാം, നെറ്റ് വർത്ത് ഓഫ് ദ യൂണിറ്റ്. ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരും. നെറ്റ് വർത്ത് ഓഫ് ദ യൂണിറ്റ് ആണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഈ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ്റെ ഇങ്ങനത്തെ കണക്ക് വരുവാണെങ്കിൽ റീവാല്യൂഡ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ ഒക്കെ തരും. ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ ഇഗ്നോർ ചെയ്യാണ്ട് ഇതൊന്നും എടുക്കേണ്ട കാര്യം ഇല്ല. നമുക്കിതും കൂടെ വായിച്ചതിന് ശേഷം ബാക്കി നോക്കാം. സ്ലം സെയിൽ മീൻസ്, ഇത് ചോദിക്കും കേട്ടോ, ചെറിയ തിയറി പാർട്ടിനും ചെറുത് മാർക്കിനും ചോദിക്കും, കുറച്ച് വലുത് മാർക്കിനും ചോദിക്കും. സ്ലം സെയിൽ മീൻസ് ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അസറ്റ്സ് for a lump sum consideration without valuing the assets and liabilities individually. Therefore, when the assets of the business undertaking or group of business undertaking are sold for lump sum consideration, it is a lump sale. It is a slum sale. So, നമ്മൾ അസറ്റൊക്കെ ബിസിനസ് അണ്ടർടേക്കിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് വിൽക്കുകയാണ്. ഒരു അസറ്റ് പോലും ഇൻഡിവിജ്വലി വാല്യൂ ഇത്രയാണെന്ന് പറയാണ്ട് വിൽക്കുന്നതിനെയാണ് സ്ലം സെയിൽ എന്ന് പറയാം. സോ ഇതിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഗെയിൻ, എനി ഗെയിൻ അറൈസിങ് ഫ്രം ദ സ്ലം സെയിൽ, പ്രീവിയസ് ഇയറിൽ നടന്ന എനി ഗെയിൻ അറൈസിങ് ഫ്രം ദ സ്ലം സെയിൽ ഇസ് ചാർജബിൾ ആസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. However, gain on slum sale of capital asset being one or more owned and held by the SSC for not more than 36 months immediately preceding the transfer shall be the short term capital gain. So short term capital gain. So നമ്മൾ സാധാരണ പോലെ 36 month ഹോൾഡ് ചെയ്ത അസറ്റാണ് വെക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ആവും, അല്ലാത്ത കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും. ബട്ട് ലോങ് ടേം ആണെങ്കിലും സ്ലം സെയിലിന് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. സോ ലോങ് ടേം ആണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റില്ല. നോ ഇൻഡെക്സേഷൻ ഫോർ സ്ലം സെയിൽ. ഓക്കെ, സോ ലോങ് ടേമും ആവാം, ഷോർട്ട് ടേമും ആവാം. ബട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ലോങ് ടേം ആണെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. ഇൻ കേസ് ഓഫ് സ്ലം സെയിൽ, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ
and improvement of section 49 will be the net worth of the undertaken or division transferred. സോ നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആയിട്ട് നമ്മൾ എടുക്കുക നെറ്റ് വർത്ത് ആണ്. നെറ്റ് വർത്ത് ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് ഓഫ് ദി അണ്ടർടേക്കിംഗ്, അതിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് വിളിക്കുക. ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലാബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നെറ്റ് വർത്ത് എന്ന് വിളിക്കുക. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഈ ഭാഗത്ത് അസറ്റ്സ് ഉണ്ടാവും, ഫുൾ അസറ്റ്സ്, ടോട്ടൽ അസറ്റ് ഉണ്ടാവും. ഈ ഭാഗത്ത് ലാബിലിറ്റി, ടോട്ടൽ ലാബിലിറ്റി ഉണ്ടാവും, കൂടാണ്ട് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ടോട്ടൽ അസറ്റ് ഉണ്ടാവുമല്ലോ, ഇവിടെയുള്ള ടോട്ടലിൽ നിന്ന് ലാബിലിറ്റീൻ്റെ ടോട്ടൽ മാത്രം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, നെറ്റ് വർത്ത്. അതായത് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നെറ്റ് വർത്ത് എന്ന് വിളിക്കുക. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ബാക്കി എന്താണോ, ഫോർ എക്സാമ്പിൾ ഇത് 1 lakh ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിൻ്റെ ടോട്ടൽ 1 lakh, ഇത് 50,000 ആണെങ്കിൽ ഇത് 40,000 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് രണ്ട് ഭാഗവും സെയിം അല്ലേ, ഇത് എത്രയായിരിക്കും, 6 lakh ആയിരിക്കും അല്ലേ. ഇത് രണ്ടും സെയിം കിട്ടണ്ടേ, ഇതും 1 lakh കിട്ടണ്ടേ. സോറി, ഇത് 10 lakh ആണെന്ന് വെച്ചോ, ഇത് 4 lakh. ഓക്കെ, സോ ഇവിടെ 10 lakh ആണെങ്കിൽ ഇത് 40, ഇത് 4 lakh ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 6 lakh. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്. സോ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇക്വേഷൻ ടോട്ടൽ അസറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ടോട്ടൽ ലാബിലിറ്റി മൈനസ് ചെയ്യുക. അതായത് 10 lakh നിന്ന് 4 lakh മൈനസ് ചെയ്യുക, 6 lakh കിട്ടും. അല്ലെങ്കിലോ ക്യാപിറ്റലും റിസർവും കൂടെ പ്ലസ് ചെയ്താലും 6 lakh കിട്ടും. സോ നെറ്റ് വർത്ത് കണ്ടുപിടിക്കുക, അതായിരിക്കും കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഇനി നമ്മൾ അസറ്റിൻ്റെ ഒക്കെ വാല്യൂ റീവാല്യൂഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ഇഗ്നോർ ചെയ്യണം. ടു ഡിറ്റർമിൻ ദ നെറ്റ് വർത്ത്, അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. ഇൻ കേസ് ഓഫ് ഡിപ്രിഷ്യബിൾ അസറ്റ്, WDV ഓഫ് ദ ബ്ലോക്ക് ഓഫ് ദി അസറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും വരില്ല, നിങ്ങളിത് ഇവിടം വരെ പഠിച്ചാൽ മതി, ഇവിടം വരെ പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പോയിന്റ്സ് എല്ലാം. സ്ലം സെയിൽ എന്താണെന്ന് എഴുതുക, ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ടെന്ന് എഴുതുക. ലോങ് ടേം ആണെങ്കിൽ കൂടെ ഇൻഡെക്സേഷൻ കിട്ടൂല എന്ന് എഴുതുക. പിന്നെ ഇതിലെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർത്ത് ആണ്. നെറ്റ് വർത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എഴുതുക. അസറ്റിന് റീവാലുവേഷൻ സംഭവിച്ചാൽ ആ റീവാല്യൂഡ് എമൗണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യണം. ഇത്രയും ഭാഗം എഴുതിയാൽ നിങ്ങളുടെ സ്ലം സെയിൽ എന്നുള്ള പാർട്ട് ഓവർ. സെക്ഷൻ നമ്പർ 50B. റൈറ്റ് ഷെയർ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്, റൈറ്റ് ഷെയറിൻ്റെ കാര്യങ്ങൾ. സോ അത് ഞാൻ പറയില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ഗെയിൻ അതായത് ഈ ചാപ്റ്ററിൽ വരുന്ന എക്സംഷൻസിനെ പറ്റിയിട്ടാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്ത് തരാം. ഒരു പോയിന്റ് എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടിട്ടുണ്ടായി. ഈ പോയിന്റ് നമ്പർ 4 ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് നമ്പർ 4 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളെ. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുമ്പോഴുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായി. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 110% ഓഫ് സെയിൽസ് കൺസിഡറേഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായി. സോ ഇങ്ങനെ നമ്മളൊരു ഫുൾ വാല്യൂ കൺസിഡറേഷൻ അവിടെ എടുക്കുമ്പം അത് ചിലപ്പം ഡിസ്പ്യൂട്ടിനിടയുണ്ടാക്കുക. അപ്പം നമ്മളെ ലാൻഡ് ഓണർ പറയും നോ ഇത് ശരിയല്ല എന്നൊക്കെ പറയാം അല്ലേ. സോ SSCക്ക് പറയാം നോ ഇങ്ങനെ എടുത്താൽ പോരെ, ഇതെനിക്ക് നഷ്ടമാണ് എന്നൊക്കെ പറയാം, പറഞ്ഞൂടെ. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസിൽ ഇത് ഓൾറെഡി ഈ ഒരു സെക്ഷൻ പോയി കാണണേ മക്കളെ, ഇത് ഞാൻ ഓൾറെഡി എടുത്തു തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഫുൾ വാല്യൂ കൺസിഡറേഷൻ ചിലപ്പോൾ SSCക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇത് വാല്യുവേഷൻ ഓഫീസർ അടുത്തേക്ക് എത്തും. ഇതിൻ്റെ ഡിസിഷൻ ആരെടുക്കേണ്ടി വരും, നമ്മുടെ വാല്യുവേഷൻ ഓഫീസർ എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഇഫ് കേസസ് റെഫർ ചെയ്തിട്ട് ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ്. സോ നമ്മൾ ഓൾറെഡി FCV ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. STV ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ഡിസ്പ്യൂട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് വാല്യുവേഷൻ ഓഫീസറെ മുന്നിലെത്തും. ആ സമയത്ത് ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കയ്യിൽ ഓൾറെഡി 2 വാല്യൂ ഉണ്ട്. ഒന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടേനും ഒന്ന് വിറ്റിട്ട് ശരിക്കും കിട്ടിയ വാല്യൂ ഉണ്ടേനും. ഇത് രണ്ടുമാണ് നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്യൽ. അപ്പോൾ ഈ കേസ് വാല്യുവേഷൻ ഓഫീസർ അടുത്ത് എത്തുമ്പം വാല്യുവേഷൻ ഓഫീസർ ഫിക്സ് ചെയ്ത ഒരു വാല്യൂ ഉണ്ടാവും. വാല്യൂ ഫിക്സ്ഡ് ബൈ ദ വാല്യുവേഷൻ ഓഫീസർ അല്ലേ. ഓൾറെഡി നമ്മളെ കയ്യിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ട്, സെയിൽ കൺസിഡറേഷനും ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായിട്ട് എടുക്കുക ഈ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട്.
അപ്പോൾ ഇതാണ് കേസിന് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഓൾറെഡി ഉണ്ട്. അപ്പോൾ വാല്യുവേഷൻ ഓഫീസർ ഇതൊക്കെ വാല്യൂ ചെയ്തിട്ട് അയാളെ വകയെ ഒരു വാല്യൂ ഫിക്സ് ചെയ്യും ആ പർട്ടിക്കുലർ ലാൻഡിന് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പം 3 വാല്യൂ ഉണ്ട്, 1 2 3. ഇതിൽ നിന്ന് ഏത് ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് എടുക്കണം എന്നാണ് ഈ സ്ഥലത്ത് നമ്മളോട് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോടെ. അപ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞ വില, അതായത് ആ ലാൻഡിന് ഇത്രയാണ് വില എന്ന് വാല്യുവേഷൻ ഓഫീസർ ഇട്ട വില ഇവിടെ എഴുതുവാണ്. വാല്യുവേഷൻ ഓഫീസർ ഇട്ട വില ഗ്രേറ്റർ ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണെങ്കിൽ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കണം. ഓക്കെ. ഇനി വാല്യുവേഷൻ ഓഫീസർ ഫിക്സ് ചെയ്ത വില ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണെങ്കിൽ ബട്ട് ഗ്രേറ്റർ ദാൻ, ബട്ട് അങ്ങനെ എഴുതണേ. വാല്യുവേഷൻ ഫിക്സ് ചെയ്ത് ലെസ് ദാൻ SDV ബട്ട് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ, നമുക്ക് വിറ്റ് കിട്ടിയ ആക്ച്വൽ കോസ്റ്റ് സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ വാല്യുവേഷൻ ഓഫീസർ ഫിക്സ് ചെയ്ത വാല്യൂ വേണം FVC ആയിട്ട് എടുക്കാൻ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കാൻ. ഒരു പോയിന്റും കൂടെ പറയട്ടെ. ഇപ്പോൾ വാല്യുവേഷൻ ഓഫീസർ വാല്യൂ ലെസ് ദാൻ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ വേണം ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് എടുക്കാൻ. ഒന്നുകൂടെ പറയുകയാണ്, സ്വതവേ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. ഈ ഒരു സ്ഥലത്ത് SDV ഇത്രയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം, അല്ലെങ്കിൽ ആക്ച്വൽ എടുക്കണം എന്നൊക്കെ. അങ്ങനെ എടുത്തോ, പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങനെ എടുക്കുന്നില്ല, കേസിന് വരികയാണ്, വാല്യുവേഷൻ ഓഫീസറുടെ മുന്നിൽ ഇതെത്തുവാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അവിടെ 3 വാല്യൂസ് വരും. ഇത് 2 ഓൾറെഡി നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ ഈ വാല്യുവേഷൻ ഓഫീസർ വന്നപ്പം അയാളും ആ പർട്ടിക്കുലർ ലാൻഡിന് പുതിയൊരു വാല്യൂ ഇടും. ഓക്കെ. ഈ 3-ൽ ഏതെടുക്കണം ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്നാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇത് 3ഉം വാല്യുവേഷൻ ഓഫീസർ തന്നതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വാല്യുവേഷൻ ഓഫീസറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ, ആദ്യം തന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യുവാണ്. ആണെങ്കിൽ എന്തെടുക്കുക, SDV എടുക്കണം. അടുത്തത് വാല്യുവേഷൻ ഓഫീസർ ഫിക്സ് ചെയ്തത് ഇവിടെ ഗ്രേറ്റർ അല്ല, അപ്പോൾ ലെസ് ദാൻ SDV, പക്ഷേ ഗ്രേറ്റർ ദാൻ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ എന്തെടുക്കണം, വാല്യുവേഷൻ ഓഫീസറിൻ്റെ വാല്യൂ എടുക്കണം. ഇനി വാല്യുവേഷൻ ഓഫീസർ ഫിക്സ് ചെയ്ത വാല്യൂ ലെസ് ദാൻ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ ആണെങ്കിൽ ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ വേണം ഫുൾ വാല്യൂ കൺസിഡറേഷനായിട്ട് എടുക്കാൻ. ഇതാണ് നിങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. സോ എല്ലാവരുടെയും അപ്ലിക്കബിൾ അല്ല. ഈ കേസ് ഇയാളുടെ മുന്നിലോട്ട് ഈ ഒരു സംഭവം വരുവാണെങ്കിൽ മാത്രം ഇത് അപ്ലിക്കബിൾ ആണ്. ഇതവിടെ എഴുതി വെച്ചോ. ഐ നോ യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മെമ്മറൈസ് ഇറ്റ്. ഇല്ല, ഇത് മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു തരാൻ ഇനിയും കുറേയും കൂടി ഉണ്ട്, ബട്ട് ഡീറ്റെയിലിംഗ് ആയിപ്പോൾ അതുകൊണ്ടൊന്നും മിണ്ടാത്തത്. ലോജിക്കൊന്നുമില്ല, ജസ്റ്റ് തിങ്ക് ചെയ്യുക. എല്ലാം വാല്യുവേഷൻ ഓഫീസറാണ് ഞാനിവിടെ എഴുതിയത്. ഞാൻ ആദ്യം ഗ്രേറ്ററിൽ തുടങ്ങി, പിന്നെ ഞാൻ ലെസ് ആക്കി, പിന്നെ ഞാൻ ലെസ്. ഓക്കെ, ഗ്രേറ്റർ ലെസ് ലെസ്. ഇവിടെ ഞാൻ SDV എന്നാണ് എഴുതിയത്, ഇവിടെയും ഞാൻ SDV എന്നാണ് എഴുതിയത്. ഓക്കെ, ഇവിടെ 2 സൈനും വരുന്നുണ്ട്, ഇവിടെ പിന്നെ ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ട്. ഓക്കെ, SDV. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക്ക് വെച്ച് ഇത് ഓർമ്മിച്ച് വെക്കുക. ഇവിടെ SDV, വാല്യുവേഷൻ ഓഫീസർ, ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ, ഈ 3 ഓർമ്മിച്ച് വെക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഞാൻ PGBP പഠിപ്പിച്ചപ്പം അവിടെ ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ കേസിൽ 2 സ്ഥലങ്ങളിൽ STCG എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി. ആ പോയിന്റും എടുത്തൊന്ന് നോക്കണം. ഏതൊക്കെ കേസിൽ വെൻ all the assets ceases to എന്താ പറയുക, all the assets seized അല്ലെങ്കിൽ all the assets in the block sold എന്നൊക്കെയുള്ള കേസസ് ആണെങ്കിൽ ഇവിടെ STCG വരുന്നു. പിന്നെ ഞാൻ വേറൊരു പോയിന്റിലും കൂടെ പറഞ്ഞെന്ന്, ഒരു സെയിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ബ്ലോക്ക് വാല്യൂ, അതായത് ഗ്രേറ്റർ ദാൻ
WDV ആ വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ STCG ഇത് അവിടെ പോയിട്ടൊന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. ഡിപ്രിഷ്യബിൾ അസറ്റ് ഉണ്ട്. സ്വതവേ കണക്കിൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ്റെ കണക്കിൽ ഡിപ്രിഷ്യബിൾ അസറ്റ് വരുമ്പോൾ നിങ്ങൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആസ് പെർ റൂൾ എടുക്കുക. ഓരോന്നിനും ഓരോന്നാണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ഇപ്പം നിങ്ങൾക്ക് അറിയാം. സോ ഏത് കേസാണെന്ന് നോക്കി ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുക. ഇനി ഒരു കേസും ഇല്ലാത്തതാണെങ്കിൽ എത്രയാണോ വിറ്റ് കിട്ടുന്ന വില അതെടുക്കുക. 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം എടുക്കുക. ഓക്കെ, ആസ് ദ കേസ് മേ ബി. എന്നിട്ട് ഇതിൽ WDV ആണ് മൈനസ് ചെയ്യേണ്ടത് ഇഫ് ഇറ്റ് ഈസ് ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ. WDV മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. അത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് എടുക്കേണ്ടത് ബാക്കി കണക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി നമുക്ക് എടുക്കേണ്ടത് ആ എക്സംഷൻ ആണ്. അത് നമുക്ക് ഒരു വീഡിയോയിൽ ഒരു ചാർട്ടൊക്കെ വരച്ചിട്ട് ആ സംഭവം കൂടെ അങ്ങ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്താൽ ഈ ഒരു ചാപ്റ്റർ അവിടെ തീരും. നൗ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ഇനി വരുന്നത്. പിന്നെ ഞാൻ എടുക്കാനുള്ള അഗ്രികൾച്ചറൽ ഇൻകം ക്യാപിറ്റൽ റിസീറ്റ് അല്ലേ, അത് ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത്. അതിൽ തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ എനിക്കിനി തീർക്കാമെന്ന് പറയാൻ ഇൻകം ഫ്രം അതർ സോഴ്സ് മാത്രമേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് ഉണ്ട്, അതിനേക്കാളും മുന്നേ ഞാൻ ചെയ്ത് തരും. ഓക്കെ.